ठीक है। पिछले क्लास में हमने एक कविता पढ़ी थी, याद है? കുട്ടികളെ നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിത പഠിച്ചിരുന്നു. അതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? नाम क्या है? टूटा पहिया। ठीक है ना? ടൂട്ട टूटा പഹിയ അല്ലേ? തകർന്ന ചക്രം. पहिया। अच्छा, कवि कौन है बताइए? കവി ആരായിരുന്നു? हाँ, सही है, धर्मवीर भारती। ധർമ്മവീർ ഭാരതി. हमने धर्मवीर भारती की टूटा पहिया नामक कविता की पहली कुछ पंक्तियां पढ़ी थी, ठीक है ना? जरा वो पंक्तियां एक बार फिर देख ले। मैं അപ്പോൾ നമ്മൾ ടൂട്ട പഹിയ എന്ന് പറഞ്ഞ കവിതയുടെ കുറച്ച് വരികൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ നോക്കാം. रेत का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए। बच्चों, यहाँ कविता में मैं कौन है? അപ്പോൾ കവിതയിൽ മെയിം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? मैं कौन है बताइए? നിങ്ങൾ പറയൂ. हाँ, रेत का टूटा हुआ पहिया। രഥത്തിൻ്റെ പൊട്ടിപ്പോയ അല്ലെങ്കിൽ തകർന്നു പോയ ചക്രത്തെയാണ് മെയിം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ठीक है, रेत का टूटा हुआ पहिया। बच्चों, रेत का टूटा हुआ पहिया क्या है? सर बताइए, याद है ना? അപ്പോൾ കുട്ടികളെ, ഈ രഥത്തിൻ്റെ ഈ തകർന്ന ചക്രം എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. जरा ये चित्र देखिए, टूटा पहिया। टूटा पहिया यह अपने आप को क्या बता रहा है? ഇവിടെ എന്താണ് ചക്രം തന്നോട് പറയുന്നത്? സ്വന്തമായിട്ട് തന്നെ ചക്രം എന്താണ് പറയുന്നത്? टूटा पहिया यह अपने आप को क्या बता रहा है? हाँ बताइए। हाँ, सही है, मैं रेत का टूटा हुआ पहिया हूँ। അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ രഥത്തിൻ്റെ തകർന്നു പോയ ചക്രമാണ് എന്നാണ് ടൂട്ടാ പഹിയ, തകർന്നു പോയ ചക്രം പറയുന്നത്. ठीक है ना? अच्छा, टूटा पहिया अपना परिचय स्वयं देता है कि मैं रेत का टूटा हुआ पहिया हूँ। അപ്പോൾ ഈ തകർന്ന ചക്രം, അതായത് ടൂട്ടാ പഹിയ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഞാൻ രഥത്തിൻ്റെ പൊട്ടിപ്പോയ ചക്രമാണെന്ന് പറഞ്ഞാണ്. आगे टूटा पहिया हमसे क्या आग्रह करता है? മുമ്പോട്ട് പോകുമ്പോൾ ടൂട്ടാ പഹിയ എന്ത് അപേക്ഷയാണ് നമ്മളോട് പറയുന്നത്? आगे टूटा पहिया हमसे क्या आग्रह करता है? बच्चों देखिए, लेकिन मुझे फेंको मत। ഞാൻ പൊട്ടിപ്പോയ ചക്രമാണെങ്കിലും എന്നെ ഉപേക്ഷിക്കരുതേ അല്ലെങ്കിൽ വലിച്ചെറിയരുതേ എന്നാണ് പറയുന്നത്, അല്ലേ? आप जरा सोच कर बताइए, यह टूटा पहिया क्यों ऐसा कहता है कि मुझे फेंको मत? അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഈ തകർന്ന ചക്രം എന്നെ വലിച്ചെറിയരുത് എന്ന് പറയുന്നത്? जरा बताइए। നിങ്ങൾ പറയൂ. हाँ, सही है, बिल्कुल सही। इसका उत्तर आगे की पंक्तियों में है, हम जरा देखें। ഇതിൻ്റെ ഉത്തരം മുമ്പോട്ടുള്ള വരികളിലുണ്ട്, നമുക്ക് നോക്കാം. देखिए, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए। देखिए, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए। बच्चों, അപ്പം എന്തായിരുന്ന വരികളുടെ അടുത്ത് ആർക്കറിയാം? എപ്പോഴാണ് അഭിമന്യുവിനെ പോലെ ഒരു സാഹസി ഇതുപോലെ ഒരു ചക്രവ്യൂഹത്തിനുള്ളിൽ പെട്ടുപോകുന്നത്? അതായത് അവിടെയുള്ള അക്ഷൗഹിണി സേനയെ വെല്ലുവിളിച്ചുകൊണ്ട് ചക്രവ്യൂഹത്തിൽ, ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ വന്നു പെടുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം എന്നാണ് പറയുന്നത്. यह अभिमन्यु को क्या कहा गया है? അപ്പോൾ ഇവിടെ അഭിമന്യുവിനെ എത്തരത്തിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? आइए। हाँ,
सही है, दुस्साहसी। ദുസ്സാഹസി എന്നാണ് അല്ലേ, സാഹസികനായ അഭിമന്യു. क्या है? दुस्साहसी कहा गया है. कवि ने अभिमन्यु को क्यों दुस्साहसी कहा है? അപ്പോൾ കവി എന്തുകൊണ്ടാണ് അഭിമന്യുവിനെ ദുസ്സാഹസി എന്ന് പറഞ്ഞിരിക്കുന്നത്? जरा बताइए. हमने पिछले क्लास में देखा था ना, महाभारत युद्ध में कौरवों ने चक्रव्यूह की रचना की थी. याद? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു, മഹാഭാരത യുദ്ധം നടന്നപ്പോൾ കൗരവർ ചക്രവ്യൂഹം കൊണ്ടുവന്നു. അപ്പോഴെന്താണ് അഭിമന്യു ചെയ്തത്? है ना, महाभारत युद्ध में कौरवों ने चक्रव्यूह की रचना की थी. बच्चों, वीर अभिमन्यु ने चक्रव्यूह तोड़कर अंदर प्रवेश किया. അപ്പം ഈ ചക്രവ്യൂഹം എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ അവരുടെ സേനകളെ അണിനിരത്തുന്നതിനെയാണ് ചക്രവ്യൂഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചക്രവ്യൂഹം സ്ഥാപിച്ചപ്പോൾ, അതായത് കൗരവർ ചക്രവ്യൂഹം കൊണ്ടുവന്നു ആ യുദ്ധത്തിൽ. അപ്പോൾ ആ വീരനായിട്ടുള്ള അഭിമന്യു എന്ത് ചെയ്തു? ആ ചക്രവ്യൂഹം ഭേദിച്ച് അതിനുള്ളിലേക്ക് കടന്നു ചെന്നു. फिर क्या था? പിന്നെ എന്ത് സംഭവിച്ചു? जरा बताइए, फिर क्या था? कौरव पक्ष के महारथियों ने उस पर आक्रमण किया. അപ്പം അതിനുള്ളിൽ അഭിമന്യു എത്തിയപ്പോഴെന്ത് പറ്റി? കൗരവരുടെ ഉള്ള മഹായോദ്ധാക്കളൊക്കെ അദ്ദേഹത്തിനെതിരെ ആക്രമണം തുടങ്ങി. अभिमन्यु अकेला था. പക്ഷെ ഇതിനകത്ത് കയറാൻ അഭിമന്യുവിന് ഒറ്റയ്ക്കായിരുന്നു അല്ലേ? ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം അഭിമന്യു ഇവിടെ ഒറ്റപ്പെട്ടു പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം, അദ്ദേഹം നിരായുധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം നഷ്ടമായിരുന്നു. उसके सारे शस्त्र नष्ट हो गए. उसके सारे शस्त्र नष्ट हो गए. तब अभिमन्यु ने क्या किया? बताइए. तब अभिमन्यु ने അപ്പോൾ ഈ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അഭിമന്യു എന്താണ് ചെയ്തത്? क्या किया? रथ के एक टूटे पहियों को लेकर युद्ध करने लगा. അപ്പോൾ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രം എടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി. क्या किया था? रथ के एक टूटे पहियों को लेकर युद्ध करने लगा. ठीक है. ബെച്ചോ, കുട്ടികളെ, ഇവിടെ നമ്മൾ എന്താണ് കണ്ടത്? ചക്രവ്യൂഹത്തിൽ ഒറ്റയ്ക്ക് നിരായുധനായി അകപ്പെട്ട അഭിമന്യുവിന് അവസാനം തുണയായത് ഒരു പൊട്ടിയ വണ്ടിച്ചക്രമാണ്. ഇതുപോലെ ഇനിയും നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി പോരാടുന്നവർക്ക് തുണയാകുവാൻ ഈ വണ്ടിച്ചക്രം ആഗ്രഹിക്കുകയാണ്. ബെച്ചോ, इसलिए वो टूटा पहिया हमसे क्या कहता है? मैं रथ का टूटा हुआ അപ്പോൾ അതുകൊണ്ട് ആ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം എന്താണ് നമ്മളോട് പറയുന്നത്? पहिया हूँ. मैं रथ का टूटा हुआ पहिया हूँ. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, लेकिन मुझे फेंगो मत. പക്ഷേ എന്നെ ഉപേക്ഷിക്കരുതേ. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. आप समझ गए हैं ना? अच्छा, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? अब आगे की पंक्तियां देख ले. ठीक है, तो ബാക്കി വരികൾ देखिए. നോക്കാം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं. बच्चों देखिए, अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं. बच्चों, आगे टूटा पहिया क्या चाहता है? ഈ വരികളിൽ എന്താണ് ടൂട്ടാ പഹി ആഗ്രഹിക്കുന്നത്? बताइए. एक बार महारथियों ने मिलकर क्या किया था? याद है ना? एक बार महारथियों ने मिलकर क्या किया था? ഒരു വട്ടം ഈ മഹാരഥന്മാരെല്ലാവരും കൂടി ചേർന്ന് എന്താണ് ചെയ്തത്?
हाँ सही है, ठीक है। अकेली निहत्ती आवाज को कुचल दिया था। क्या किया था? अकेली ഒറ്റപ്പെട്ട് ആ ശബ്ദത്തിനെ അടിച്ചമർത്താൻ ശ്രമിച്ചല്ലേ? निहत्ती आवाज को कुचल दिया था। बच्चों, निहत्ती माने क्या है? निहत्ती നികത്തി എന്ന് जरा പറഞ്ഞാൽ पाठ्य എന്താണ്? पुस्तक का നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ശബ്ദകോശത്തിൽ നോക്കൂ. शब्दकोश देखिए, जरा देखिए। निहत्ती का अर्थ है शस्त्रहीन, ആയുധമില്ലാത്ത, നിഹത്തി എന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. अनआर्म्ड। निहत्ती का अर्थ है शस्त्रहीन। बच्चों, यहाँ अकेली निहत्ती आवाज से किसकी ओर सूचना है? जरा അപ്പം ഇവിടെ ഒറ്റപ്പെട്ട നിരായുധൻ എന്ന് പറയുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? सोचकर बताइए। अकेली निहत्ती आवाज ആയുധമില്ലാത്ത ശബ്ദം ആരുടേതായിരുന്നു? बता सकते हैं ना? हाँ वही है, अभिमन्यु की ओर। अभिमन्यु അത് അഭിമന്യുവിനെ ഉദ്ദേശിക്കുന്നല്ലേ? युद्ध क्षेत्र में या चक्रव्यूह के अंदर अकेला पड़ गया था। അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയിരുന്നു. उसके सारे शस्त्र नष्ट हो गए थे। അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. अभिमन्यु युद्ध क्षेत्र में या चक्रव्यूह के अंदर अकेला पड़ गया था। അഭിമന്യു യുദ്ധക്ഷേത്രം അല്ലെങ്കിൽ ചക്രവ്യൂഹത്തിനുള്ളിൽ അകേല ഒറ്റയ്ക്ക് ആയിപ്പോയിരുന്നു. ഉസ്കെ സാരെ അസ്ത്ര അദ്ദേഹത്തിന്റെ എല്ലാ ആയുധങ്ങളും നഷ്ടമായിരുന്നു. याद है, उसके सारे अस्त्र नष्ट हो गए थे। तब उसके चारों ओर कौन कौन थे? അപ്പൊ അദ്ദേഹത്തിന്റെ നാലു ചുറ്റും ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? बताइए। പറയൂ. बड़े बड़े महारथी। अच्छा, इन महारथियों का पक्ष सत्य വലിയ വലിയ മഹാരഥന്മാർ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നല്ലേ? का था या असत्य का? അപ്പൊ അതായത് അദ്ദേഹം കൗരവരുടെ ചക്രവ്യൂഹത്തിനുള്ളിലാണ് കയറിയത്. അപ്പോൾ കൗരവരാണ് ചുറ്റുമുള്ളത്. അപ്പൊ അവര് സത്യത്തിന്റെ കൂടെ ഉള്ളവരാണോ അസത്യത്തിന്റെ കൂടെ ഉള്ളവരാണോ? बताइए, इन महारथियों का पक्ष सत्य का था या असत्य का? അപ്പൊ ഈ മഹാരഥന്മാരുടെ പക്ഷം ഏതായിരുന്നു? സത്യമായിരുന്നോ അസത്യമായിരുന്നോ? हाँ, आपने जो बताया सही है, असत्य का। നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അസത്യം. ठीक है। देखिए बच्चों, कौरव पक्ष के बड़े बड़े महारथी अच्छी तरह जानते थे कि उनका पक्ष असत्य का है, अधर्म का है। അപ്പോൾ കൗരവരുടെ പക്ഷത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അവരുടെ പക്ഷം അസത്യത്തിൻ്റെതാണ്, അധർമ്മമാണ് അവരുടെ പക്ഷം എന്നുള്ളത് നന്നായിട്ട് അവർക്ക് അറിയാമായിരുന്നു. फिर भी उन्होंने क्या क्या किया था? എന്നിട്ടും അവരെന്തൊക്കെ ചെയ്തു? അവർക്ക് അവർ ചെയ്യുന്നത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവരെന്തൊക്കെയാണ് ചെയ്തത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. हाँ, सारे महारथियों ने मिलकर अकेले निहत्थे अभिमन्यु पर ब्रह्मास्त्रों से आक्रमण किया। അപ്പം ഒറ്റപ്പെട്ട നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിന് നേരെ അവരെല്ലാവരും ആക്രമണം തൊടുത്തുവിട്ടു. सारे महारथियों ने मिलकर अभिमन्यु को कुचल देना चाहा। അവരെല്ലാം കൂടി ഒന്നിച്ച് അഭിമന്യുവിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. यहाँ कुचल देना माने क्या है? അപ്പോൾ കുജൽ ദേന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം? जरा बता सकते हैं? ചവിട്ടി മെതിക്കുക. कुचल देना माने रौंदना। कुचल देना माने रौंदना, यानी ചവിട്ടി മെതിക്കുക, टू ट्रैम्पल। कुचलना माने रौंदना। देखिए बच्चों, सारे महारथियों ने अभिमन्यु को कुचल डालने के लिए ब्रह्मास्त्रों का प्रयोग किया। आपको याद है? അപ്പം എല്ലാവരും അഭിമന്യുവിനെ ചവിട്ടി മെതിക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവരെന്താണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. बच्चों, ब्रह्मास्त्र माने क्या है? അപ്പം ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ब्रह्मास्त्र माने दिव्यास्त्र। ദിവ്യാസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. अभिमन्यु की दशा सिरा
एक एक करके बताइए. അപ്പൊ देखिए അഭിമന്യുവിന്റെ അവസ്ഥകൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞേ. बच्चों, युद्ध क्षेत्र में चक्रव्यूह के अंदर अभिमन्यु अकेला पड़ गया. അപ്പൊ യുദ്ധക്ഷേത്രത്തിനുള്ളിൽ, അതായത് ചക്രവ്യൂഹത്തിനുള്ളിൽ അഭിമന്യു ഒറ്റപ്പെട്ടുപോയി. ठीक ठीक. फिर എന്നിട്ട് उसके चारों ओर बड़े बड़े महारथी थे. അദ്ദേഹത്തിന്റെ 4 ചുറ്റും കൗരവരുടെ മഹാരഥന്മാരുണ്ടായിരുന്നല്ലേ? है ना? और പിന്നെ फिर अच्छा, फिर वे अच्छी तरह से जानते थे कि उनका पक्ष असत्य का है. ആ അദ്ദേഹത്തിന്റെ 4 ചുറ്റുമുള്ള കൗരവന്മാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു അവര് അസത്യത്തിന്റെ പക്ഷത്തിലുള്ള ആളുകളാണെന്ന്. ठीक है, आगे बताइए. പിന്നെ उनके हाथों में ब्रह्मास्त्र थे അവരുടെ കയ്യിൽ ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു. या शक्तिशाली अस्त्र थे. ശക്തിശാലിയായിട്ടുള്ള ഒരു അസ്ത്രമുണ്ടായിരുന്നു. जरा चक्रव्यूह में पड़े अभिमन्यु की दशा एक बार फिर देख ले. അപ്പൊ देखिए ചക്രവ്യൂഹത്തിൽ പെട്ടുപോയ അഭിമന്യുവിന്റെ അവസ്ഥ നമുക്ക് ഒന്നുകൂടി പറയാം. तो चक्रव्यूह के अंदर अभिमन्यु अकेला पड़ा था. ചക്രവ്യൂഹത്തിനുള്ളിൽ അഭിമന്യു उसके सारे अस्त्र ഒറ്റയ്ക്കായിരുന്നു. അകേല പട ഉസ്കെ സാരെ അസ്ത്ര നഷ്ട ഹോ ഗയേ തെ. അദ്ദേഹത്തിന്റെ എല്ലാ ആയുധങ്ങളും നഷ്ടമായിരുന്നു. नष्ट हो गए थे. शत्रु पक्ष में बड़े बड़े महारथी थे. ശത്രുപക്ഷത്തിൽ വലിയ വലിയ മഹാരഥന്മാരുണ്ടായിരുന്നു. उनके हाथों में ब्रह्मास्त्र थे. അവരുടെ കയ്യിൽ ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു, ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. सारे महारथियों ने मिलकर अभिमन्यु पर आक्रमण किया. ഒറ്റപ്പെട്ടു നിൽക്കാവുന്ന അഭിമന്യുവിനെ അവരെല്ലാം കൂടി കൂട്ടം ചേർന്ന് ആക്രമിച്ചു. देखिए बच्चों, सारे महारथियों ने मिलकर अकेले निरायुध अभिमन्यु पर आक्रमण किया था. അപ്പൊ ഈ മഹാരഥന്മാർ എല്ലാവരും കൂടി അകലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അഭിമന്യുവിനെ ഒരുമിച്ച് ആക്രമിച്ചു. तब अभिमन्यु ने क्या किया था? ആ സമയത്ത് അഭിമന്യു എന്താണ് ചെയ്തത്? ये देखिए, सारे महारथियों ने मिलकर अभिमन्यु पर आक्रमण किया था. तब अभिमन्यु ने क्या किया था? हाँ, ठीक है, एक टूटे पहिए को उठाकर ब्रह्मास्त्रों से लोहा लिया था. വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ഒരു പൊട്ടിയ ചക്രം എടുത്തിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്തു. एक टूटे पहिए को उठाकर ब्रह्मास्त्रों से लोहा लिया था. देखा, लोहा लेना माने क्या है? ഇവിടെ ലോഹ ലേന എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? लोहा लेना, हाँ सही है. ലോഹ ലേന മാനെ സാമ്ന കർണ, നേരിടുക. കുട്ടികളെ, ഇവിടെ കവി എന്താണ് അഭിമന്യുവിന്റെ കഥയിലൂടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ പൊട്ടിയ വണ്ടിച്ചക്രം എന്താണ് ആഗ്രഹിക്കുന്നത്? ഇനിയും അഭിമന്യുവിന് സമാനമായ അവസ്ഥയുണ്ടാകും. ഇനിയും ശക്തിശാലികളായ അന്യായികൾ മഹാശക്തി ഉപയോഗിച്ച് ധർമ്മശക്തികളെ നേരിടും. അന്നേരം ധർമ്മരക്ഷയ്ക്കായി സത്യത്തിന് തുണയാവാൻ ഈ വണ്ടിച്ചക്രം ഉണ്ടാകണം. ബച്ചോ, अब आप एक और बार ये पंक्तियां सुने. अब നിങ്ങൾ ഒന്നുകൂടി ഈ വരികൾ കേൾക്കുക. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे तब അപ്പം എന്താണ്, എല്ലാ അവിടെ ഉണ്ടായിരുന്ന കൗരവർക്ക് പറയാൻ അവർ അസത്യത്തിൻ്റെ ആണ് പക്ഷമാണെന്ന്. എന്നിട്ടും അവരെന്ത് ചെയ്തു? ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അതായത് ചക്രവ്യൂഹത്തിൽ അഗേലി നിഹത്തി ആവാസ്കോ എന്ന് പറയുന്നത് നിരായുധനായ ഒറ്റപ്പെട്ട ശബ്ദം എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഭിമന്യുവിനെയാണ്. ആ അഭിമന്യുവിനെ എന്താണ്, അവരുടെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ വരികളുടെ അർത്ഥം. रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं. കുട്ടികളെ, കവിതയുടെ പ്രത്യേകത നോക്കിയേ. കഴിഞ്ഞ കാല കഥ പറഞ്ഞ് ഇക്കാലത്തെയും എക്കാലത്തെയും സന്ദർഭങ്ങളുമായി കൂട്ടിക്കിടക്കുന്നു. ഇന്നും
നാളെയും സമൂഹത്തിൽ സത്യത്തിന്, ധർമ്മത്തിന്, അഭിമന്യുവിന് സമാനമായ അവസ്ഥ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ തുണയാകുവാൻ പൊട്ടിയ വണ്ടിച്ചക്രം ആഗ്രഹിക്കുന്നുണ്ട്. ശരിയല്ലേ? വെച്ചോ, देखिए टूटा पहिया क्या कहता है, जरा सोच कर बताइए. അപ്പോൾ പൊട്ടിയ ചക്രം എന്താണ് പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. यदि आगे भी कोई महारथी असत्य का पक्ष लेकर ब्रह्मास्त्रों से सत्य के पक्ष को कुचल देना चाहे, नष्ट करना चाहे, तब वो क्या करेगा? അപ്പം ഇനിയും മുൻപോട്ട് പോകുമ്പോഴും എന്താണ് പറയുക, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ധർമ്മത്തെ അടിച്ചമർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ പൊട്ടിപ്പോയ ചക്രം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? यहाँ टूटा पहिया कह उठता है, देखिए तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ആ എന്താണ്, ആ സമയത്തും ഞാൻ ബ്രഹ്മാസ്ത്രത്തിനോട് തിരിച്ചടിക്കാൻ ശ്രമിക്കും. टूटा पहिया कहता है, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ആ തബ് മേ, ആ സമയത്തും രഥ് കാ ടൂട്ടാ പഹ്യ, ടൂട്ടാ ഹുവ പഹ്യ, അതായത് രഥത്തിൻ്റെ പൊട്ടിപ്പോയ ചക്രം, ഉസ്കാ ഹാത്തോമേ ബ്രഹ്മാസ്ത്രോസെ ലോഹ ലേ സക്താഹും, അങ്ങനെയുള്ള സന്ദർഭത്തിലും അവരുടെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രത്തിനെ നേരിടാൻ ശ്രമിക്കും. बच्चों, तो टूटा पहिया आज या कल भी, आगे भी क्या करना चाहता है? അപ്പോൾ ടൂട്ടാ പഹ്യ, പൊട്ടിപ്പോയ ചക്രം ഇന്നും നാളെയും അല്ലെങ്കിൽ മുമ്പോട്ടും എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? हाँ, सही है. सत्य की रक्षा के लिए सत्य के पक्ष में खड़े रहना चाहता है. ആ സത്യത്തെ രക്ഷിക്കാനായിട്ട് സത്യത്തിൻ്റെ പക്ഷത്തിൽ ചേർന്ന് നിൽക്കാനാണ് ടൂട്ടാ പഹ്യ ആഗ്രഹിക്കുന്നത്. बच्चों, अधर्म से युद्ध करना चाहता है. അധർമ്മത്തോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. आप पाठ्य पुस्तक का ये प्रश्न देखें. നമുക്ക് പാഠപുസ്തകത്തിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. അപ്പം തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിഞ്ഞിട്ട് കൂടി കൗരവ പക്ഷത്തുള്ള ആളുകൾ എന്താണ്, ആ ഒറ്റപ്പെട്ട ശബ്ദത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ചവിട്ടിമതിക്കാൻ ശ്രമിച്ചു. इसका आशय आप जरूर लिख सकते हैं ना? അപ്പോൾ ഈ വരികളുടെ ആശയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ സാധിക്കുമല്ലോ അല്ലേ? ठीक है. लिखने से पहले जरा इन प्रश्नों के उत्तर दें. बच्चों, അപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യനുകളുടെ കൂടി ആൻസർ തരിക. यहाँ क्या महाभारत की कथा बताना कवि का उद्देश्य है? ഇവിടെ മഹാഭാരതത്തിൻ്റെ കഥ പറയുക എന്നതാണോ കവിയുടെ ഉദ്ദേശം? कवि का उद्देश्य महाभारत की कथा बताना है? नहीं. अच्छा, അല്ല അല്ലേ? फिर कवि का उद्देश्य क्या है? അപ്പോൾ കവിയുടെ ഉദ്ദേശം എന്താണ് ഇവിടെ? बता सकते हैं क्या? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? हाँ, ये प्रतीकात्मक कविता है. अच्छा, ഇതൊരു പ്രതീകാത്മക കവിതയാണ്. ये प्रतीकात्मक कविता है. अभिमन्यु, टूटा पहिया, महारथी, ब्रह्मास्त्र सब प्रतीक है. ഇവിടെ അഭിമന്യുവും പൊട്ടിപ്പോയ ചക്രവും എല്ലാം ഇവിടെ ഓരോ പ്രതീകങ്ങളാണ് അല്ലേ? മഹാരഥിയും എല്ലാം എന്തിൻ്റെയൊക്കെയോ പ്രതീകങ്ങളായിട്ടാണ് കവി ഉദ്ദേശിക്കുന്നത്. देखा, अभिमन्यु किसका प्रतीक है? ഇവിടെ അഭിമന്യു ആരുടെ പ്രതീകമാണ്? हाँ, अभिमन्यु अधर्म का शिकार है. अभिमन्यु अधर्म का शिकार है. അഭിമന്യു അധർമ്മത്തിൻ്റെ ഇരയാണല്ലേ? ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇര. या अभिमन्यु शोषित व्यक्ति है, या अभिमन्यु अधर्म के विरोधी का प्रतीक है. അഭിമന്യു അധർമ്മത്തെ വിരോധിക്കുന്നവൻ്റെ പ്രതീകമാണല്ലേ? അല്ലെങ്കിൽ ശോഷിത വ്യക്തിയാണ്. बच्चों,
यहाँ शिकार का अर्थ क्या है? അപ്പോൾ ഇവിടെ शिकार ഷിക്കാർ എന്ന് പറയുന്നുണ്ട്. ഷിക്കാറിന്റെ അർത്ഥം എന്താണ്? शिकार माने इरा, विक्टिम. शिकार का अर्थ है इरा. तो देखिए അപ്പോൾ ഷിക്കാർ എന്ന് प्रस्तुत പറഞ്ഞാൽ कविता में अभिमन्यु किस അപ്പോൾ ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒന്നുകൂടിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഈ കവിതയിൽ അഭിമന്യു ആരുടെ പ്രതീകമാണ്? का प्रतीक है? आप बताइए. हाँ, सही है. अभिमन्यु अधर्म का शिकार है या शोषित व्यक्ति है या अधर्म के विरोधी. ആ അഭിമന്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അധർമ്മത്തിൻ്റെ ഇരയാണല്ലേ, അല്ലെങ്കിൽ ശോഷിത വ്യക്തിയാണ്. ശോഷിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അതുമല്ലെങ്കിൽ എന്താണ്? അധർമ്മത്തെ വിരോധിക്കുന്നവരുടെ പ്രതീകമാണ് അഭിമന്യു. का प्रतीक है. बताइए. अभिमन्यु अधर्म का शिकार है या शोषित व्यक्ति है या अधर्म के विरोधी का प्रतीक है. बच्चों, कविता में टूटा पहिया किसका प्रतीक है? അപ്പോൾ കവിതയിൽ ടൂട്ടാപ്പഹി, അതായത് പൊട്ടിപ്പോയ ചക്രം ആരുടെ പ്രതീകമാണ്? आप बताइए. നിങ്ങൾ പറഞ്ഞു. हाँ, बिल्कुल ठीक. टूटा पहिया लेखु या उपेक्षित मानव का प्रतीक है. ठीक है ना? टूटा पहिया लेखु या उपेक्षित मानव का प्रतीक है जो शोषित व्यक्ति की सहायता करता है. അതായത് സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ് ടൂട്ടാപ്പഹി. അതായത് ചൂഷണം ചെയ്യപ്പെട്ടവനെ സഹായിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ് ഇവിടെ ടൂട്ടാപ്പഹിയ. अथवा धर्म की स्थापना में जो वीर परिश्रम करता है उसके लिए सहायक साधारण व्यक्ति या वस्तु का प्रतीक है. അതായത് ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന ആളുകളെ സഹായിക്കുന്ന സാധാരണ വ്യക്തിയെയാണ് ഇവിടെ ടൂട്ടാപ്പഹിയ എന്ന് പറഞ്ഞ് പ്രതീകമാകുന്നത്. महारथी किसका प्रतीक है? या उपेक्षित मानव का के विरोधी का प्रतीक है. बच्चों, कविता में टूटा पहिया किसका प्रतीक है? കുട്ടികളെ, കവിതയിൽ ഈ പൊട്ടിപ്പോയ ചക്രം ആരുടെ പ്രതീകമാണ്? आप बताइए. നിങ്ങൾ പറഞ്ഞേ. हाँ, बिल्कुल ठीक. टूटा पहिया लेखु या उपेक्षित मानव का प्रतीक है. ठीक. ഇവിടെ ടൂട്ടാപ്പഹ്യ സാധാരണ അവഗണിക്കപ്പെട്ട സാധാരണ മനുഷ്യരുടെ പ്രതീകമാണ്. ठीक है ना? टूटा पहिया लेखु या उपेक्षित मानव का प्रतीक है जो शोषित व्यक्ति की सहायता करता है. ചൂഷണം ചെയ്യപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന അവഗണിക്കപ്പെട്ട മനുഷ്യരെയാണ് ടൂട്ടാപ്പഹ്യ എന്ന് പറഞ്ഞ് ഇവിടെ പ്രതീകമാക്കുന്നത്. अथवा धर्म की स्थापना में जो वीर परिश्रम करता है. അതായത് ധർമ്മത്തിന് വേണ്ടി വീരമായ പരിശ്രമം നടത്തുന്ന അല്ലെങ്കിൽ ധീരമായ പരിശ്രമം നടത്തുന്ന उसके लिए सहायक साधारण व्यक्ति. ധീരമായി പരിശ്രമം നടത്തുന്ന ആളുകളെ സഹായിക്കുന്ന സാധാരണ വ്യക്തികളുടെ പ്രതീകമാണ് ടൂട്ടാപ്പഹ്യ അല്ലെങ്കിൽ പൊട്ടിപ്പോയ ചക്രം. या वस्तु का प्रतीक है टूटा पहिया. तो देखिए, प्रस्तुत कविता में टूटा पहिया किसका प्रतीक है? हाँ, बताइए. प्रस्तुत कविता में टूटा पहिया किसका प्रतीक है? हाँ, लेखु या उपेक्षित मानव का प्रतीक है. ഇവിടെ ടൂട്ടാപ്പഹ്യ ലഘു എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർ, യാ ഉപേക്ഷിത ഉപേക്ഷിത എന്ന് പറയുമ്പോൾ അവഗണിക്കപ്പെട്ട മനുഷ്യർ, അവഗണിക്കപ്പെട്ട സാധാരണ മനുഷ്യരുടെ പ്രതീകമാണ് ഇവിടെ ടൂട്ടാപ്പഹ്യ. लेखु या उपेक्षित मानव का प्रतीक है. बच्चों, अब आप बताइए, इस कविता में महारथी किसका प्रतीक है? महारथी किसका प्रतीक है? അപ്പം മഹാരഥി ഈ കവിതയിൽ ആരുടെ പ്രതീകമാണ്? इस कविता में महारथी अधर्म, हाँ सही है, बताइए. अधर्म, असत्य, अन्याय या शोषण का प्रतीक है.
ഈ കവിതയിൽ മഹാരഥി അധർമ്മത്തിൻ്റെ പ്രതീകമാണ് അല്ലേ, അല്ലെങ്കിൽ അന്യായത്തിൻ്റെ പ്രതീകമാണ്. प्रस्तुत कविता में महारथी अधर्म, असत्य, अन्याय या शोषण का ചൂഷണം, ശോഷകം എന്ന് പറയുമ്പോൾ ചൂഷണമാണ്. ചൂഷണത്തിൻ്റെ പ്രതീകമാണ് മഹാരഥി. അധർമ്മത്തിൻ്റെ പ്രതീകം അസത്യം, അന്യായം, അതുപോലെ ചൂഷണം, ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് മഹാരഥി. प्रतीक है. तो बच्चों जरा बताइए, इस कविता में चक्रव्यूह किसका प्रतीक है? ഈ കവിതയിൽ ചക്രവ്യൂഹം എന്തിൻ്റെ പ്രതീകമാണ്? हाँ, सही है. चक्रव्यूह मानव जीवन की समस्याएं हो सकती है. ചക്രവ്യൂഹം മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, സമസ്യ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളാണ്, മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രതീകമാണ് ചക്രവ്യൂഹം. चक्रव्यूह मानव जीवन की समस्याएं हो सकती है. हम लोग उसके अंदर पड़ जाते हैं. उनसे निकलना तो कठिन है. നമ്മൾ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു അല്ലേ, പ്രശ്നങ്ങൾക്കുള്ളിൽ അകപ്പെടുന്നു, അതിൽ നിന്ന് പുറത്തു വരാൻ വളരെയധികം പ്രയാസമാണ്. जिस प्रकार चक्रव्यूह के अंदर प्रवेश कर बाहर निकलना कठिन हो जाता है. അതെ, ചക്രവ്യൂഹത്തിനുള്ളിൽ കടന്നിട്ട് അത് പുറത്തേക്ക് വരാൻ കഠിനമായതുപോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും. तो देखिए, प्रस्तुत कविता में चक्रव्यूह किसका प्रतीक है? അപ്പോൾ ഈ കവിതയിൽ ചക്രവ്യൂഹം എന്തിൻ്റെ പ്രതീകമാണ്? चक्रव्यूह मानव जीवन की समस्याओं का प्रतीक है. ചക്രവ്യൂഹം ജീവൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പ്രതീകമാണ് ചക്രവ്യൂഹം. സമസ്യാം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ. चक्रव्यूह मानव जीवन की समस्याओं का प्रतीक है. अच्छा, तो बताइए, ब्रह्मास्त्र, ब्रह्मास्त्र किसका प्रतीक है? ഇവിടെ ബ്രഹ്മാസ്ത്രം എന്തിന്റെ പ്രതീകമാണ്? कविता में ऐसा दिखाया गया है कि अधर्मी लोग ब्रह्मास्त्रों से धर्म का नाश करने वाले हैं. आप लोग जानते हैं. तो यह നമ്മൾ കവിതയിൽ കണ്ടു, ഈ അധർമ്മത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ധർമ്മത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലേ. ब्रह्मास्त्र अन्यायी या अधर्मी या शोषक के हाथ की महाशक्ति का प्रतीक. അപ്പോൾ ഇവിടെ ബ്രഹ്മാസ്ത്രം അന്യായത്തിൻ്റെ പക്ഷത്തിലുള്ള ആൾക്കാരുടെ മഹാശക്തിയുടെ പ്രതീകമാണല്ലേ. तो एक और बार देखिए. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഈ കവിതയിൽ ബ്രഹ്മാസ്ത്രം എന്തിന്റെ പ്രതീകമാണ്? कविता में ब्रह्मास्त्र किसका प्रतीक है? ब्रह्मास्त्र अधर्म या शोषक के हाथ की महाशक्ति का प्रतीक है. അപ്പം അധർമ്മത്തിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ചൂഷണത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ മഹാശക്തിയുടെ പ്രതീകമാണ് ബ്രഹ്മാസ്ത്രം. अब प्रश्न एक बार फिर देखिए. अपने पक्ष ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. को असत्य जानते हुए भी बड़े बड़े महारथी अकेले निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. തങ്ങളുടെ പക്ഷം അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടുകൂടി ഒറ്റപ്പെട്ട ആ ശബ്ദത്തെ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചു തങ്ങളുടെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച്. ഈ വരികൾ കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികളെ, ഇനി നിങ്ങൾക്ക് ഈ വരികളുടെ ആശയം എഴുതുവാൻ കഴിയുമല്ലോ. കവിതയുടെ പ്രതീകാത്മക അർത്ഥം കൂടി മനസ്സിലാക്കി വേണം ആശയം എഴുതുവാൻ. എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കാൻ മറക്കരുത്. സംശയങ്ങളും ചോദിക്കണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക് യു.